കേൾക്കുന്ന നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ രാവിലെ ഞങ്ങൾക്ക് ഈ സങ്കേതം പ്രാപിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ കൃപ ഞങ്ങളെ ആകർഷിക്കോടെ കൊണ്ടുവന്നിരിക്കുന്നതിനാണ് എന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാൾ കഴിഞ്ഞു. അതിനുശേഷം 1 ഞായറാഴ്ചയും കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധനയിൽ കൂടെ നിന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ വായിച്ചതായ തിരുവചനങ്ങളിൽ കൂടെ തന്ന സന്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ ഇന്നലെ വന്നവരെ അവിടുന്ന് അനുഗ്രഹകരമായി പോഷിപ്പിച്ച് ആ വിധപ്രവർത്തനം സ്തുതിക്കുന്നു. അപ്പം മുറിച്ചപ്പോഴും വചനം മുറിച്ചപ്പോഴും കിട്ടിയതായ ശക്തി അനേകർക്ക് രോഗസൗഖ്യം നൽകിയതിനെ അതിനെ സൂചിക്കുന്നു. മുറിവേറ്റവർക്കും ചതഞ്ഞവർക്കും ഈ സൗഖ്യം നൽകിയതിനെ അതിനെ സൂചിക്കുന്നു. ശേഷിച്ച കഷ്ണങ്ങൾ ഓർക്കുവാൻ ഇതാ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നിങ്ങൾ വായിക്കേണ്ട വേദഭാഗങ്ങൾ ഇനിയും ഒന്നുകൂടെ വായിച്ച് ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന അനേകർക്ക് കൊടുത്തു തീർക്കുവാൻ, വചനം കിട്ടാത്ത സമയത്തേക്ക് മുൻകരുതുവാനൊക്കെ നീ തരുന്ന ശേഷിച്ച കഷ്ണങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം അത്ഭുതമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ വിളമ്പിയവർക്ക് ഉപയോഗിക്കാനുള്ള കഷ്ണങ്ങൾ നീ കരുതിയിരുന്നതിനെ അവർക്ക് ഞങ്ങൾ സൂചിക്കുന്നു. ഞങ്ങളെല്ലാ സമയത്തും എല്ലാ ഇടങ്ങളിലും എല്ലാ കാലങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും ഞങ്ങൾക്ക് കരുതിയിരിക്കുന്ന അനുഭവങ്ങൾ, കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെച്ച് കൃത്യസമയത്ത് ഞങ്ങൾ രാവും പകലും വചനം ധ്യാനം ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന വാക്യത്തിലെത്തിച്ചേരും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാനായിട്ട് തന്നെ. വാങ്ങിപ്പെരുന്നാളിന് ശേഷമുള്ള 1 ഞായറാഴ്ച ലൂക്കോസിന് സുവിശേഷം 14 അധ്യായം, 15 അധ്യായം, 6 അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ നിന്ന് സന്ധ്യയ്ക്കും പ്രഭാതത്തിൻ്റെ കുർബാനയ്ക്കുമായി നമ്മൾ പല കാര്യങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞു. ആ വേദഭാഗങ്ങളിലെ മാതാവിനോടുള്ളതായ ആ വചനത്തിൻ്റെ ബന്ധം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ യേശുവിൻ്റെ ഒരു ഉത്തമ ശിഷ്യയായി യേശുവിൻ്റെ വചനം മുഴുവൻ അനുസരിച്ച് യേശുവിന് വേണ്ടി സകലതും വിട്ടിട്ട് യേശുവിനെ സ്വന്തമാക്കിയിട്ട് സകലതും ലഭിച്ച ഏറ്റവും വലിയ ധന്യയാണ് മാതാവ് നമ്മൾ പഠിക്കുകയുണ്ടായി. മാതാവ് യേശുവിന് വേണ്ടി ദരിദ്രയായി, യേശുവിന് വേണ്ടി ഒറ്റപ്പെട്ടു. പക്ഷേ മാതാവിനിപ്പോൾ എല്ലാം ഉണ്ട്. മാതാവിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള പള്ളികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് മാതാവിനെ അമ്മയെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യേശുവിൻ്റെ അമ്മയായതോടെ അനേകരുടെ അമ്മയാകുവാനുള്ള ഭാഗ്യം ഈ മാതാവിന് ലഭിച്ചു. അങ്ങനെ വാങ്ങിപ്പിന് ശേഷമുള്ള 1 വാരം കഴിഞ്ഞിട്ട് നമുക്കും ആ ഭാഗ്യം ഏറ്റുവാങ്ങുവാൻ, മാതാവ് പോയ വഴിയെ പോകുവാനുള്ള ഒരു തീരുമാനം നമ്മൾ ഇന്നലെ എടുക്കുകയുണ്ടായി. അങ്ങനെ പൂർണ്ണ ശിഷ്യയായി യേശുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച് മുൾക്കിരീടം ധരിച്ച് യേശുവിൻ്റെ കൂടെ തലവേദന അനുഭവിച്ച് ഇപ്പോൾ പൊൻകിരീടധാരിയായി യേശുവിൻ്റെ കൂടെ സ്വർഗത്തിൽ വാഴുന്ന ജപമാല രാജ്ഞി എന്ന് പറഞ്ഞ അനേക ജപമാല ചൊല്ലുന്ന ആ മാതാവിനെ ഓർക്കുവാൻ നമുക്ക് ലഭിച്ച അവസരം ഓർത്തുകയൊക്കെ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതായ ചില വേദഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം ഇന്നലെ വായിക്കേണ്ടതായിരുന്നു. അതൊന്നുകൂടെ വായിച്ചിട്ട് മാതാവും ആ വേദഭാഗവും തമ്മിലുള്ള ബന്ധം എന്താണ്, നമുക്ക് അതോടൊപ്പം മാതാവ് അനുഭവിച്ചതായ കൃപ നമ്മുടേതാക്കുവാൻ നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നറിയാൻ വേണ്ടി യെശയ്യാ 43 1 മുതൽ 5 വരെ വായിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവചിച്ചതായി അതേ യെശയ്യാവ് തന്നെ പറഞ്ഞതാണ് ഈ പ്രവചനവും. മാതാവ് ഈ പ്രവചനം വായിച്ചിട്ടുണ്ട്. 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ താമസിച്ച കന്യമറിയാം. യെശയ്യാ 43 പല പ്രാവശ്യം വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. അതും മാതാവ് പ്രാർത്ഥനാ വിഷയമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിട്ടുണ്ടോ, അത് നമ്മുടെ അനുഭവമായിട്ടുണ്ടോ? വാങ്ങിപ്പിന് ശേഷം 1 ഞായറാഴ്ചത്തെ യെശയ്യാ 43 1 മുതൽ 5 വരെ വായിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തിയവനുമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാകുന്നു. ഇങ്ങനെയൊരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേലിൻ്റെ രക്ഷകൻ നമ്മളോട് വ്യക്തിപരമായി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ യാക്കോബേ,
നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തിയവനുമായ പ്രകാരമല്ലേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ച് നമുക്ക് ധൈര്യം തന്നിട്ടുണ്ട്. ഭയപ്പെടേണ്ട എന്ന് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയം മാറുകയുള്ളൂ. എപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്തുവാക്കുമെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് പേടിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തികഞ്ഞ സ്നേഹമില്ലെന്നാണ്. തികഞ്ഞ സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ്. ഇപ്പം മാമോദീസായിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിച്ച് അത് 100% ആവുന്നതിന് ഒരു പേടിയില്ല. പേടിക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, കയ്യെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് 71-ാം സങ്കീർത്തനക്കാരൻ്റെ കയ്യെ ദൈവം പിടിച്ചത്. അപ്പം നമുക്ക് ഏകാന്തത തോന്നുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ, ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് തോന്നുമ്പോഴൊക്കെയും ഈ വചനം വായിക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ടെന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും. ഭയപ്പെടേണ്ടെന്ന് പറയണമെങ്കിൽ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന ദൈവസ്നേഹം വേണമെന്ന് യോഹന്നാൻ 14:21 കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എല്ലാ കാര്യവും ഭർത്താവായ കർത്താവിനോട് ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും കാര്യം ചോദിക്കാതെ ചെയ്താൽ സ്നേഹം കുറയുകയും ചെയ്യും. നമ്മുടെയും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലുള്ള ഒരു പ്രശ്നം അതാണല്ലോ. കുടുംബജീവിതത്തിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർ നമ്മളറിയാതെ ഒരു കാര്യം ചെയ്താൽ, എവിടെയെങ്കിലും പോയാൽ നമുക്കത് പരിഭവമാവും. എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ. പോയിട്ട് താമസിക്കുകയാണെങ്കിൽ ആ കാര്യം എന്നെ അറിയിക്കാത്തത്, ഫോൺ കയ്യിലുണ്ടല്ലോ, എന്നെ അന്ന് വിളിച്ച് പറയാതെ നമ്മുടെ ഉറക്കളച്ച് നോക്കിയിരിക്കേണ്ടി വരിക. സന്ധ്യയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ഉദ്ദേശ സമയത്ത് വന്നില്ല, വീട്ടുകാർക്കെല്ലാം വിഷമമായി, എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ല, പോയി തിരിച്ചു വരുന്നില്ല, എന്താ പറ്റി, ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ഓഫ്, ഇങ്ങനെയൊക്കെയാണ് എന്തൊരു ആശങ്കകൾ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഇന്നടുത്തോട്ട് പോവുക, എന്നാ പോയിച്ച ഏകദേശം ഇത്ര സമയം എടുക്കും കേട്ടോ, ഇന്ന സമയത്ത് വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ വന്നില്ലേ എന്ന് വിളിച്ച് ചോദിക്കുക, എന്നാ വരാത്തത്, അല്ലെങ്കിൽ വിളിച്ച് പറയുക അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് വരാനൊക്കുന്നില്ല, ഉദ്ദേശിച്ച കാര്യം ഇച്ചിരി താമസമുണ്ട്. ഇതൊക്കെയാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒന്നും മിണ്ടാതെ ഇറങ്ങിയെന്ന് പോയാൽ അങ്കലാപ്പോ, എവിടെ പോയതാ, എന്തിനു പോയതാ, എന്താ പരിപാടി, സമയം കഴിയുമ്പോഴത്തേക്ക് അങ്കലാപ്പ് കൂടുക, അപകടം വല്ലതും പറ്റിയോ, എന്താ വരാത്തത്, ഇറങ്ങിപ്പോയതാണോ, ഇനി പിശാച് കൊണ്ടുപോയത്, പരീക്ഷയാണോ, പരീക്ഷിക്കപ്പെട്ടു, എന്തെല്ലാം ആകുല ചിന്തകളാണ്. അപ്പം എല്ലാം ചോദിച്ചും പറഞ്ഞും അറിയിച്ചും ചെയ്യുകയാണെങ്കിൽ എന്ത് സന്തോഷം, എത്ര സുഖമായ കാര്യങ്ങൾ. സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹം പൂർണ്ണമുണ്ടെങ്കിൽ എല്ലാ കാര്യവും പങ്കുവെക്കാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യവും പ്രാണപ്രിയനായ യേശുവിനോടൊത്ത് പ്രാണപ്രിയയായ നമ്മുടെ പ്രാണക്കുട്ടികൾ എന്നും എല്ലാ കാര്യവും യേശുവിനോട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവുന്ന കാര്യത്തിലാണ് ഈ കാര്യം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് പേടി ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ എൻ്റെ അർത്ഥം എല്ലാം കർത്താവിനോട് ചോദിച്ചിട്ടല്ല ചെയ്തത്, എല്ലാം കർത്താവിൻ്റെ ആലോചനപ്രകാരമല്ല, അതിനെ ക്ഷമ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ചോദിക്കാതെയും പറയാതെയും പോയാൽ കയറി വരുമ്പോൾ മിണ്ടുകയില്ല. എന്താ കാര്യം, മിണ്ടാതെ പോയാൽ വേണ്ടി എന്നാ ഉണ്ടാകുക, അങ്ങനെയാവും. അപ്പോൾ ഒരു ക്ഷമ ചോദിക്കൽ, ഭർത്താവേ എന്നോട് ചോദിക്കാതെ ആലോചിക്കാൻ ഇന്നത് ഞാൻ ചെയ്ത് ക്ഷമിക്കണം, ഇനി ഞാൻ എല്ലാം പറഞ്ഞേച്ചേ. അപ്പോൾ അങ്ങനെ സോറി, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ചില ക്ഷമാപണങ്ങൾ എല്ലാ ദിവസവും വേണ്ടി വരും. സന്ധ്യാപ്രാർത്ഥനയും സൂത്താറ പ്രാർത്ഥനയൊക്കെ അതാണ്. സ്നേഹവാനായ ദൈവമേ, എല്ലാം നിന്നോട് ചോദിച്ചേ ചെയ്യാനൊത്തില്ല, പറഞ്ഞേ ചെയ്യാനൊത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തു പോയി, അതിനെ വേദനിപ്പിച്ചു ദുഃഖിപ്പിച്ചോ, സ്നേഹക്കുറവാണെന്ന് പിശാചനെ കുറിച്ച് അപവാദം പറയുന്നു. പിശാചൻ എന്നും നമ്മളെക്കുറിച്ച് അപവാദം പറയാൻ വിഷയം അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രാർത്ഥന മുടക്കിയാൽ പിശാച് എന്ന് പറഞ്ഞാൽ ഇന്നലെ പ്രാർത്ഥിച്ചാൽ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, എന്താ ഇന്നലത്തെ സ്നേഹമൊന്നും ഇന്നില്ല, എന്നോടാ ഇപ്പോൾ സ്നേഹം, ഞങ്ങൾ കൂട്ടായിപ്പോ പോയില്ലേ. അപ്പോൾ നമ്മളുടെ പേരിൽ രാത്രിയും പകലും നമ്മളെ കുറ്റം വിധിക്കുന്ന ആളാണ് പിശാച് എന്നാണ് പറയുന്നത്. വക്കീലിനെ പോലും നമുക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ ലൈസൻസുള്ള ബാർ അസോസിയേഷൻ പിശാചിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വക്കീലന്മാരെ പോലെ വാദിച്ച് നമ്മുടെ അനുഗ്രഹങ്ങളിൽ സ്റ്റേ ചെയ്യുന്ന പിശാചുക്കളുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നറിയാമോ? സഖറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും അങ്ങനെയുണ്ട്. രാപകൽ ദൈവമക്കളെ കുറിച്ച് അപവാദം പറയുന്ന അപവാദി എന്നാണ് പിശാചിൻ്റെ പേര്. അങ്ങനെ എല്ലാ ദിവസവും നമുക്കെതിരായി പിശാച് കേസ് കൊടുക്കുന്നുണ്ട്. ആ കേസ് കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അങ്ങ് പോയേക്കാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ചോളൂ. എന്തെങ്കിലും കുറ്റം പറ്റിയാലേ നമ്മുടെ വക്കീലിനെ വിളിച്ച് വരാൻ പറഞ്ഞേക്കണം.
ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, എൻ്റെ പേര് കേസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അതങ്ങ് ചെല്ലുന്നതിന് മുമ്പേ നമുക്കെതിരായി വാദിക്കുന്നവർക്ക് അവരുടെ എതിര് പറയാൻ വേണ്ടി നമ്മൾ വക്കീലന്മാരെ ആക്കിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ കോടതിയിൽ പോയി കാര്യങ്ങൾ ക്രമീകരിച്ച് അതിന് പരിഹാരം വരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന കേസുകൾ നമുക്ക് അനുകൂലമായി വാദിക്കുവാൻ യേശുവിനെ എപ്പോഴും വിളിച്ചോണം. കർത്താവെ, എനിക്കെതിരായി അവൻ എന്തൊക്കെയോ എന്ന് പറയും, എൻ്റെ വാദിഞ്ഞൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്ക് വേണ്ടിയാണ് യേശുവെ നീ മരിച്ചതെന്ന് ഉയർത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കയ്യിലെ ആടിപ്പാടുകൾ എനിക്ക് വേണ്ടി കൂടിയാണ് സംഭവിക്കുന്നത് പറയുമ്പോൾ കർത്താവ് കോടതിയിൽ പോയി വാദിക്കും. നീ പറഞ്ഞ കാര്യത്തിൽ അത് ശകലം കാര്യമുണ്ട്, മുഴുവനായിട്ടില്ല, അത്രയൊക്കെ നീ അതിശയോക്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കാര്യമുണ്ടെന്നുള്ള കാര്യം എന്നോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ മരിച്ചതെന്ന് പറയുമ്പോൾ പിശാച് നാണിച്ചങ്ങ് പോവുക. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത്, രാത്രിയിലെ ഉറക്കത്തിലും രാത്രിയിലെ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ക്ഷമ ചോദിക്കാനാണോ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും, അവൻ്റെ രക്ഷയുടെ കവചത്തിൽ നമ്മളെ മറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനായ ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തിയവനായ യഹോവയെ പ്രകാരം വിളിച്ചൊന്നും ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ തികഞ്ഞ സ്നേഹം വേണം. തികഞ്ഞ സ്നേഹം എല്ലാം ചോദിച്ചു പറഞ്ഞാലേ കിട്ടുകയുള്ളൂ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലുള്ളത്. എത്രാം വാക്യമാണ്? 1 യോഹന്നാൻ 4-ന്റെ എത്രാം വാക്യത്തില തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു പറഞ്ഞിരിക്കും. കണ്ടോ? ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ട്. ഭയം മാറണമെങ്കിൽ തികഞ്ഞ സ്നേഹം വേണം. തികഞ്ഞ സ്നേഹം വേണമെങ്കിൽ കൽപ്പന ലഭിച്ചു പ്രമാണിക്കണം. കൽപ്പന ലഭിച്ചു പ്രമാണിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയണം. എത്രാമത്തെയാണ്? 1 യോഹന്നാൻ 4-ൽ എത്രാം വാക്യ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. അതൊന്ന് കണ്ടട്ടെ ആ വാക്യം. പേടി മാറാനായിട്ട് ആ വാക്യം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, എനിക്ക് പേടി മാറുന്നില്ല, എനിക്ക് തികഞ്ഞ സ്നേഹമില്ല, സ്നേഹം കുറയത്തക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാതെ പലതും ചെയ്തു, പറഞ്ഞു, പ്രവർത്തിച്ചു, വിചാരിച്ചു, അതൊക്കെ നിനക്ക് വിഷമമുണ്ടാക്കി, പിശാച് കണ്ടെത്തി എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. ഉണ്ടോ? 1 യോഹന്നാൻ 4-ന്റെ എത്രാം വാക്യത്തില്ല തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു പറഞ്ഞു. കണ്ടോ? പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ള കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ സ്നേഹം ഇന്നലത്തേതിനേക്കാൾ സ്നേഹം ഉണ്ടായിരിക്കണം. ബാക്കിയും കണ്ടോ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എത്രയാ? 1 യോഹന്നാൻ 4-ന്റെ 18 എന്താ പറയുന്നത്? വായിച്ചാട്ടെ. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം കുറയാൻ പാടില്ല, വിളവുണ്ടാകാൻ പാടില്ല, തികഞ്ഞ് നിൽക്കണം. അപ്പോൾ കൃപ കിട്ടണമെങ്കിൽ ഈ അക്ഷയമായി സ്നേഹിക്കണമെന്നൊരു വചനമുണ്ട്. പരിശുദ്ധ അന്യോറിയാമനോട് പേടിക്കേണ്ട, നീ കൃപ നിറഞ്ഞവളാണെന്ന് പറഞ്ഞത് അന്യോറിയാമനും അക്ഷയ സ്നേഹം ഉണ്ടായിരുന്നു. തിരുവചനങ്ങളെല്ലാം നിവൃത്തിയാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ദൈവകൃപയും സമാധാനവും ധൈര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് സ്നേഹമുള്ളവരായിരിക്കണം. അക്ഷയ സ്നേഹം എന്നതിൻ്റെ പേര്. അത് എഫേസ്യർ 6-ന്റെ 24-ലുണ്ട്. എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് കൊടുത്ത ആശംസയാണ്, യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോട് കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ കൃപ ഇരിക്കണമെങ്കിൽ, കൃപ നിറയണമെങ്കിൽ അക്ഷയ സ്നേഹം വേണം. തികഞ്ഞ സ്നേഹം, അക്ഷയ സ്നേഹം, ഈ രണ്ടും നമുക്കുണ്ടോ? ഇത് രണ്ടും വേണമെങ്കിൽ എല്ലാം ചോദിച്ചും പറഞ്ഞുകൊണ്ട് എല്ലാം അറിയിച്ചുകൊണ്ടിരിക്കണം. എല്ലാം അറിയാവുന്ന ആളാണ് പിന്നെ എന്തിനാ അറിയിക്കും? നമ്മുടെ ഒരു ധാരണ എല്ലാം അറിയാവുന്ന ആളല്ലേ, പിന്നെ എന്തിനാ അറിയിക്കുന്നു? തന്നെ അറിഞ്ഞോട്ടെന്ന് പറഞ്ഞാൽ ആ സ്നേഹക്കുറവാണ്. അപ്പോൾ എല്ലാം അറിയാവുന്ന ആളിനോടും ഇന്ന കാര്യമുണ്ടെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ്. ഈ രണ്ടായിട്ട് ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയച്ചു. 72 അറിയിപ്പുകാരെയും പറഞ്ഞയച്ചു. അവർ പോയിട്ടെല്ലാം മടങ്ങി വന്ന് വിവരിച്ച് പറഞ്ഞു എന്നാണ് ആ സ്നേഹമാണ്. എന്നാൽ അവർ അറിയാത്തൊരു കാര്യം കർത്താവ് കണ്ടേച്ച് പറഞ്ഞു. സാത്താൻ മിന്നൽ പോലെ താഴോട്ട് വീഴുന്നേ കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളത് കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ പോയടുത്ത് നിങ്ങൾക്ക് സുഖം കിട്ടിയത്, നിങ്ങൾ പറഞ്ഞ കാര്യം നടന്നത്, നിങ്ങളെ കണ്ടപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങിയതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങൾ പോയപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെവിടെ ദൂരെ പോയി ചെയ്യുന്ന കാര്യം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയും. അപ്പം കർത്താവ് നമ്മൾ ചെയ്യുന്നതും പറയുന്നത് ഇതെല്ലാം കാണാൻ കഴിയുള്ള ആളാണ് കർത്താവ്. ആ കർത്താവ് നമ്മളെ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. തിരിച്ചു വരുന്നിടം വരെ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കി വേണ്ടതൊക്കെ ചെയ്യും. പിശാച് മുകളിൽ ചെയ്ത് നിൽക്കാണ്ട് താഴെ വീഴിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ
അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കാര്യം സാധിക്കാതെ വരുന്ന പിശാച് നമ്മുടെ തലയുടെ മുകളിൽ കയറി നിന്നാൽ അവനുള്ള അനുഗ്രഹം എല്ലാം തട്ടിക്കൊണ്ട് പോകുമ്പോൾ വീഴ്ചയെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ തലയുടെ മുകളിൽ കയറി പിശാചിനെ താഴെ പിടിച്ചിട്ട് നമ്മുടെ മുകളിൽ ആരുണ്ടായിരിക്കണം? കർത്താവ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കുന്നു, ഇതോടാന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശിഷ്യന്മാരെ ഈരണ്ടായി പോയപ്പോൾ അവർ ചെന്നിടത്ത് അത്ഭുതം നടന്നു, രോഗശാന്തി ഉണ്ടായി, അനേകർ സുവിശേഷം കേട്ടു, അനേകർ മാനസാന്തരപ്പെട്ടു, അനേകർ യേശുവിൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിച്ചു. അവർ കാണാത്തൊരു കാര്യമാണ് പിശാച് മിന്നൽ പോലെ താഴോട്ട് വീഴുന്ന കാര്യം. അപ്പോൾ അങ്ങനെ എല്ലാം അറിയാമായിരുന്ന കർത്താവിനോട് എന്തിനാണ് ഇതെല്ലാം വിവരിച്ച് പറഞ്ഞത്? അത് സ്നേഹമാണ്. പിള്ളേരെ സ്കൂളിൽ പോയി വരുമ്പം നേഴ്സറി സ്കൂളിലെ പിള്ളേർ നേഴ്സറിയിൽ പോവുക പഠിച്ചേച്ച് വരിക. അവർ പഠിക്കുന്ന തന്നെ ABCD AIE 1 2 3 ഇതെല്ലാം നമുക്കറിയാവുന്നല്ലേ. പക്ഷെ ഇവർ പോയിച്ച് വന്നപ്പോൾ ഇവരെല്ലാം ഇന്ന് പറയുന്ന കേൾക്കുന്ന രസമല്ലേ? മോനെ നീ ഇന്ന് എന്നാ പഠിച്ചത്? ഈ ഓ അല്ലെ ABCD A4 ആപ്പിൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് സന്തോഷമാണ്. ഇതൊക്കെ അറിയാൻ പറ്റാഞ്ഞിട്ടാണ്. അത് ആ കൊച്ച് സന്തോഷത്തോടെ വന്ന് പറയുമ്പോൾ ഇതൊന്ന് കേട്ടു കൊടുക്കണമെന്നേ. ആ സ്നേഹമെന്ന് പറയും. അത് കേട്ടെങ്കിലേ ആ സ്നേഹബോധം വരുള്ളൂ. എൻ്റെ പപ്പ എൻ്റെ മമ്മി എന്നെ പഠിക്കാൻ വിട്ടു, ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ച കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്നിങ്ങനെ എണ്ണിപ്പെറുക്കി പറയുമ്പോൾ 2 കാര്യം നടക്കുന്നുണ്ട്. സ്നേഹം കൂടുകയും ചെയ്യുന്നു, പഠിച്ചതങ്ങ് ഉറയ്ക്കുകയും ചെയ്യും. അതിൻ്റെ ഗുണമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം അറിയാവുന്ന ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം പറയണമെന്നാണ് പറയുന്നത്. അതങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതെവിടെയാ? ഫിലിപ്പിയർ 4 അധ്യായം. ഫിലിപ്പിയർ 4 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ സഭക്കാരെ പഠിപ്പിച്ചൊരു കാര്യമാണ്. സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ, സമാധാനത്തിന്റെ ദൈവം കയ്യിൽ പിടിച്ച് പേടിക്കണ്ടെന്ന് പറയണമെങ്കിൽ എല്ലാം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ പറയണം? സ്തോത്രത്തോടെ പറയണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എത്രാം വാക്യോ? ഫിലിപ്പിയർ 4:4 മുതൽ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചുകൊണ്ട്. ആവശ്യമെല്ലാം അറിയരുതോ? പിന്നെ എന്തിനാ പറയുന്നത്? അപ്പോൾ ഈ ആവശ്യങ്ങൾ സ്നേഹമുള്ള ആളിനോട് പറയുന്നത് രസമാണ്, സ്നേഹമുള്ളവരുടെ ചെയ്തു കൊടുക്കുന്നത് രസമാണ്. വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അത് പരിഭവമാകുകയും ചെയ്യും. കർത്താവിനോട് പറയേണ്ട കാര്യം പിശാചിനോട് പറയാൻ പാടില്ല. പിന്നെ കർത്താവ് തന്നില്ലേ അമ്പലത്തിൽ ഇരിക്കട്ടെ നേർച്ചയെന്ന് പറഞ്ഞാൽ അവിടെയും കൂടി നേർച്ചയിട്ടാലോ? സംഗതി വഴി. ദൈവം തന്നില്ലെങ്കിലേ പിശാചെങ്കിലും തരട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കഥയുണ്ട്. ഗ്രിഗോറിയോസ് സാദായുടെ പള്ളിയിൽ പോയപ്പോഴൊരാള് ഗ്രിഗോറിയോസ് സാദായുടെ പടത്തിൻ്റെ അവിടെ ഒരു നേർച്ചയിട്ടു. ഒരു പാമ്പ് വായുമ്പോൾ ചെഞ്ഞപ്പോൾ ഇരിപ്പുണ്ട്. ആ പാമ്പിന്റെ വായിലൊരു അതെന്തിനാ? ഗ്രിഗോറിയോസ് സാദാ തന്നില്ലേ, പാമ്പെങ്കിലും വല്ലതും തരട്ടെന്ന് വിചാരിച്ച. അത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അതുകൊണ്ട് കർത്താവ് തരുന്നെങ്കിലും മതി, ഗ്രിഗോറിയോസ് സാദാ തരുന്നെങ്കിലും മതി, പാമ്പെനിക്കൊന്നും തരണ്ട. ആ പാമ്പിനെ ഞാൻ ചതയ്ക്കും, അവന് വായി ഞാൻ കുത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ബലഹീനത കൊണ്ട് 2 തോണിയിൽ കാല് ചവിട്ടുന്ന പോലെ ദൈവത്തെയും പിശാചിനെയും സേവിക്കാനുള്ള പരീക്ഷ വരാം. ദൈവം തന്നെങ്കിൽ എനിക്ക് മതി, തന്നില്ല എനിക്ക് വേണ്ട. പിശാച് തരുന്ന എനിക്കൊന്നും വേണ്ട. പിശാചിനിൽ ഒത്തിരി സാധനം ഉണ്ടെന്നറിയാമോ? പിശാചിനെ തോൽപ്പിക്കാനായിട്ട് കർത്താവ് 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞ് പിശാചി എന്ന് പറഞ്ഞാൽ എന്നതാ? സർവ്വലോകം കാണിച്ചു കൊടുത്തിട്ട് ഇതെൻ്റേതാണ്, നിന്റെ വല്യപ്പൻ എനിക്ക് തന്നതാണ്. ആരാ വല്യപ്പൻ? ആദാം വല്യപ്പൻ പാപം ചെയ്ത് എനിക്ക് തന്നതാണ് ഈ ആകാശം, ഈ കാണുന്ന ഭൂമിയല്ല. നീ എന്നെ ഒന്ന് കുമ്പിടാമെന്ന് ഞാൻ നിനക്കത് തരാമോ? നിന്റേതല്ലെന്ന് കർത്താവ് പറഞ്ഞു. പാപം ചെയ്യുമ്പോൾ നമ്മൾ ഉൾക്കപ്പെടുന്നു എന്നൊരു ഭാവമുണ്ട്. അതെവിടെയാ? യെശയ്യാ 50 പാപം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ വസ്തുവകളെയും പിശാചിന് വിൽക്കുകയാണ്. വളരെ നിസ്സാരമായൊരു വിലയ്ക്കാണ്. അപ്പോൾ പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ സുഖമുണ്ട്, ചെറിയ ലാഭമുണ്ട്. എന്തൊക്കെയോ ചില കാര്യം കിട്ടുമെന്ന് വിചാരിച്ചാൽ പാപം ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളെ പിശാചിന് വിറ്റപ്പോൾ അവൻ തന്ന വിലയാണ്. ദൈവം വിലക്കിയിരിക്കുന്ന കാര്യത്തിനകത്തൊരു രസമുണ്ട്. പക്ഷെ നമ്മളെ വാർത്തയോടെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ? പിശാചിന് അത് വില പോലെ നമുക്ക് തന്നിട്ട് നമ്മളെ എഴുതി വാങ്ങിക്കുക. അപ്പൊ ആദാമിനെയും ഭൂമിയെയും ഒരു പഴം തിന്നുന്നതിന്റെ സുഖം അതിന് കിട്ടിയ വില അതാ. ഒരു പഴം തിന്നപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ട് 2 പേർക്കും. വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ കിട്ടിയ സുഖം പിശാച് പറഞ്ഞു നിനക്കത് ഞാൻ തരാം. അത് മോഹിച്ച് അത് വാങ്ങിച്ച് കഴിച്ചത്. സംഭവിച്ചത് എന്നതാ? ആദാമും ഹവ്വയും ഭൂമിയും പിശാചിന് എഴുതി കൊടുത്തു, അതിനകത്ത് ഒപ്പിടിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ
പിശാച് തരുന്ന ധനമോ മാനമോ സുഖമോ നമ്മൾ ആസ്വദിക്കുമ്പോൾ വിചാരിച്ചു കൊള്ളണം, നമ്മളെയും നമ്മുടെ മക്കളെയും പിശാചിന് വിറ്റു, അതിന് വിലയായിട്ട് അവൻ നമുക്ക് തന്നതാണ്. ഓർത്തോണം. അപ്പം വിലക്കപ്പെട്ട കാര്യം അപ്പനോ ഭാര്യയോ ഭർത്താവോ മക്കളോ ആര് ചെയ്താലും അതിനകത്ത് എന്തെല്ലാം സുഖം ഉണ്ടെങ്കിലും വിചാരിച്ചോണം, ഇത് അവനെ എഴുതി കൊടുക്കുന്നതിൻ്റെ വിലയാണ്. വില കൈപ്പറ്റി കൊടുക്കാതിരിക്കാനൊക്കെ അവൻ്റേതായി അവൻ്റെ പേര് കൂട്ടിക്കഴിച്ചു. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പേടിയുണ്ട് മാറാത്തതിൻ്റെ കാര്യം, അവൻ്റെ ഇരിക്കുന്ന പലതും തിരികെ കിട്ടിയിട്ടില്ല. അവൻ നമ്മളെ പേടിപ്പിക്കുകയാണ്. നീ പാപം ചെയ്തു, നിന്റെ അപ്പൻ പാപം ചെയ്തു, നിന്റെ അമ്മ പാപം ചെയ്തു, നിന്റെ പൂർവികർ പാപം ചെയ്തു, നിന്നെയും നിനക്കുള്ളതെല്ലാം എനിക്ക് വിറ്റതാണ്, നീ അതിൻ്റെ വിലയായ സുഖം അനുവദിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിനക്കിതൊന്നും അനുഭവിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അപ്പോൾ കർത്താവിനെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കണം. കർത്താവെ, ഞാനും എൻ്റെ പൂർവികരും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളെയും ഞങ്ങൾക്കുള്ള വസ്തുക്കളെയും സ്നേഹത്തെയും സന്തോഷത്തെയും എല്ലാം വിറ്റ് കളഞ്ഞു. ഇനിയും എനിക്കത് തിരികെ വേണമെന്ന് ചോദിക്കുന്നതോടും പൊന്നുമല കൊടുക്കണം. അതിനാണ് യേശു കാൽവറിയിൽ മരിച്ചത്. അപ്പോൾ യേശു കാൽവറിയിൽ മരിച്ച് രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്ത്, രക്തം മുഴുവൻ തീർന്നിട്ട് ശകലം വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ കൊടുത്ത്, അങ്ങനെ നമ്മളെ തിരികെ എഴുതി വാങ്ങിക്കാനുള്ള ആധാരം എഴുതി. കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെയും മണവാട്ടി സഭയുടെയും പേരിലാണ് പുതിയ ആധാരം. ആധാരം പേരി കൂട്ടാനായിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടോ? വസ്തു എഴുതിയാൽ പേരി കൂട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനെ ആധാരം കൊണ്ടുപോയി അതെൻ്റെ പേര് കൊണ്ടുവന്ന് കരവും അടച്ച് റെസീറ്റും കൂടെ കൈവച്ചെങ്കിലേ വസ്തു നമ്മുടേതാകുള്ളൂ. അപ്പോൾ പാപം ചെയ്ത് പിശാചിന് വിറ്റ് കളഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് തിരികെ വാങ്ങിക്കുവാൻ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ജീവൻ, ജീവിതമെല്ലാം മറുവിലയായി ഉണ്ട്. അതുകൊണ്ട് അവൻ തൃപ്തിയാകില്ല. അവൻ പറയുക ഒത്തിരി നാൾ മുമ്പ് ചെയ്ത ശാലംകുട കൊല്ലം വേണമെന്ന് പറയും. 2000 കൊല്ലം മുമ്പേ യേശു കാൽവറിയിൽ മരിച്ചത് നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ്. നമ്മളെ തിരികെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി, പിശാചിന് വിറ്റ് കളഞ്ഞതിനെ അവൻ ചോദിച്ച് പൊന്നുമുല കൊടുത്ത് തിരികെ വാങ്ങാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. അപ്പോൾ പിശാച് പറയാം, അത് പണ്ടല്ലേ, ഇപ്പം ഞങ്ങൾക്ക് വല്ലതും കൂടെ തരണം, അത് നന്നേക്കാം, അതിനാണ് നിനക്ക് പോലും ക്രൂശിനെ സെവയും മറ്റു മനുഷ്യരെയും കൊടുത്തേക്കാം. അത്യാഗ്രഹികൾക്ക് എന്നാ കൊടുത്താലും പിന്നെയും വല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ മരണവും നമ്മളെ രക്ഷിക്കാൻ മതിയായതാണ്. എങ്കിലും അവൻ ദാരിദ്ര്യവാസി ആയതുകൊണ്ട് പിന്നെയും വല്ലതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും, വല്ലതൊക്കെ ശാലം കൂടെ വല്ലതാ. അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയാണ് മറ്റു മനുഷ്യരെയും ജീവികളെയൊക്കെ ലോകത്തിൽ ഇട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളും നമ്മുടെ പൂർവികരും പിശാച് നമ്മളെ വിറ്റു. ആ വിറ്റത് തിരികെ ചോദിച്ചാൽ അവൻ ചോദിക്കുന്നതോളം പൊന്നുമല കൊടുക്കണം. ആ പൊന്നുമല കൊടുക്കാൻ വേണ്ടി യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ യേശു എനിക്ക് വേണ്ടി കൂടെ മരിച്ചതാണെന്ന് പറഞ്ഞെങ്കിലേ നമ്മുടെ പേരിൽ ഇത് പേര് കൂട്ടാനൊക്കെ പോകും. മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രൈസ്റ്റിൻ്റെ പേരിലാണ് പുതിയ ആധാരം. ഞാനിങ്ങളുടെ മിസ്സസ് ക്രൈസ്റ്റാണ്. ഞാൻ യേശുവിനെ മണവാളനായി സ്വീകരിച്ചിരിക്കുന്നു. മാമോദീസായിൽ എന്നെ വീണ്ടും ജനിപ്പിച്ച് യേശുവിൻ്റേതാക്കിയിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് വിശ്വാസപ്രമാണം ആവർത്തിച്ചു ചൊല്ലി. യേശു എൻ്റേതാണെന്ന് ഞാൻ പറയുന്ന പോലെ യേശു പറയണം, അവൾ എൻ്റേതാണെന്ന് കർത്താവും പറയണം. ഈ സാക്ഷ്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശു മരിച്ചു ഉയർത്തുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് യെശയ്യാ 43 വരാം. പേടി മാറാത്തതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. തികഞ്ഞ സ്നേഹം ഇതുവരെയും വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാ കാര്യവും സ്തോത്രത്തോടെ കർത്താവ് പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയും സമാധാനം തരുമെന്ന് പറഞ്ഞിരിക്കും. ഫിലിപ്പിയർ 4:4-9 വരെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടൽ എന്ന് പറയുന്നത് നിരീശ്വരവാദത്തിന് തുല്യമാണെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നതായാൽ നിന്റെ സകല ചിന്താവിൽ എന്നെ കിട്ടുമോ? എവിടെ എഴുതിയിരിക്കുന്നത്? 1 പത്രോസ് 5:7 ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരപ്പെട്ടോരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ പറഞ്ഞതിൽ വിശ്വാസമില്ലെന്നല്ലേ? കർത്താവ് നമ്മളോട് പറഞ്ഞത്, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്, ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇതെല്ലാം തിരുവചനത്തിൽ എഴുതിയിട്ടും നമ്മൾ വിചാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഈ എഴുതിയതിൽ വിശ്വാസം ഇല്ലെന്ന്. അപ്പോൾ അവിശ്വാസിയായി, നിരീശ്വരവാദിയായി. അപ്പോൾ പിശാച് പോയി സ്വർഗത്തിൽ വാദിക്കുന്നതേ അവർക്ക് വിശ്വാസമൊന്നുമില്ല. ദൈവം ഉണ്ടെന്നേ അവൾ വിശ്വസിച്ചിട്ടില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തൻ്റെ ആത്മാവിൽ എഴുതിയില്ലേ വചനം അവൾ വിശ്വസിച്ച് അതനുസരിക്കുകയില്ലായിരുന്നു. തട്ടിപ്പോവും. ഏതാ പിശാച് ആയിരിക്കും ജയിക്കുന്ന കേസിൽ. അപ്പോൾ പിശാച് കേസിൽ ജയിക്കാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? നമ്മൾ എല്ലാം സ്തോത്രത്തോടെ അറിയിച്ചുകൊണ്ടിരിക്കണം.
തലയായ കർത്താവ് യേശു നമ്മുടെ തലയാണ്, നമ്മൾ ഉടലുമാണ്. അപ്പോൾ തലയായ കർത്താവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ അറിയിച്ചാലേ അതിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൽ നടത്തി തരാനൊക്കെയുള്ളൂ. അറിയാമെങ്കിലും അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. യേശുവിനെല്ലാം അറിയാമെങ്കിലും സ്നേഹത്തോടെ എല്ലാം അറിയിക്കേണ്ട ചുമതലയുണ്ട്. അത് സ്തോത്രത്തോടെ അറിയിക്കണമെന്നാണ്. അങ്ങനെ സ്തോത്രത്തോടെ കാര്യങ്ങൾ അറിയിച്ചാലേ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമായി യേശുവിനെ നമുക്ക് കിട്ടുകയുള്ളൂ. സമാധാനമായി യേശു നമ്മുടെ കയ്യെ പിടിക്കുകയുള്ളൂ, നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രവും സ്തുതിയും നിർത്തരുതെന്ന് പറയും. നിൻ സ്തുതിയും ഹല്ലേലൂയായി ഞാൻ നിർത്തരുതെന്ന് പറയാൻ കാണുക. നിർത്തി കഴിഞ്ഞാൽ ഉടനെ വിചാരിച്ച് പറയാൻ കണ്ട് നിർത്തിയിരിക്കുന്നു പരിപാടി. സ്നേഹം പോയി, വിശ്വാസമൊക്കെ പോയി എന്നാൽ അവൻ പോയി വാദിക്കുന്നത്. അതായത് സ്നേഹം പോയിട്ടില്ല, വിശ്വാസം കുറഞ്ഞിട്ടില്ല, ഇന്നലത്തേനേക്കാൾ ഇപ്പോൾ കൂടുതലാണ്. ഇന്നലത്തേനേക്കാൾ ശകലങ്ങളുടെ ശബ്ദത്തിൽ ശകലങ്ങളുടെ കൂട്ടി സ്തോത്രം പറഞ്ഞെങ്കിൽ പിശാചിന്ന് കേസ് കൊടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ പള്ളിയിൽ വന്ന് ഞാൻ മിണ്ടാതെ വായൊക്കെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. പിശാച് എന്നാ പറയുക, അവർക്ക് വിശ്വാസമൊന്നും ചുമ്മാ അത് കാണാൻ വരിക, നോക്കിയിരിക്കുക, കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ട് കാണിക്കും. അപ്പോൾ നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, നിങ്ങളെ ചുണ്ടനങ്ങിക്കൊണ്ടേയിരിക്കണം. കർത്താവേ, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, സ്വാതന്ത്ര്യമുണ്ട്, കൈവിട്ടിട്ടില്ല, നീ എൻ്റെ കർത്താവാണ്, നീ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ കൈവിടല്ലേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോണം. എപ്പോഴേലും പറഞ്ഞില്ലെങ്കിൽ പിന്മാറിയെന്നാ വിചാരിച്ചെന്ന് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ ഇടം കൊടുക്കാതിരിക്കാനായി ഇടപെടാതെ ശ്വാസം വലിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പേടി മാറ്റാൻ നമ്മുടെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു, ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭയപ്പെടേണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് പകരം ക്രൂശിനെയും സഭയെയും മറ്റു മനുഷ്യരെയും കൊടുക്കുന്നുള്ള ഭാഗം ഈ ഇന്നത്തെ വേദഭാഗത്തിനകത്തുണ്ട്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ് പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടോ? എന്താ പേര് ചൊല്ലി വിളിക്കണം? ഞാൻ സ്നേഹം മൂത്താലേ പേര് ചൊല്ലി വിളിക്കുള്ളൂ അല്ലേ? അതുകൊണ്ട് കർത്താവെ, നീ എന്നെ പേര് ചൊല്ലി എന്ന് വിളിക്കുന്ന എനിക്കൊന്ന് കേൾക്കണം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അപ്പോഴാ ദൈവമേ നീ എൻ്റെ ദൈവമാണെന്ന് 61 സങ്കീർത്തനക്കാരൻ. അപ്പോൾ 61 സങ്കീർത്തനക്കാരൻ പറയുന്നതിന് ദൈവമേ നീ എൻ്റെ ദൈവമാണ്. 43 യെശയ്യാവിൻ്റെ 43 1 വാക്യത്തിൽ ദൈവം പറയുക നീ എൻ്റേതുമാണെന്ന്. ഇത് രണ്ടും കൂടെ ഒത്തെങ്കിലേ ശരിയാകുള്ളൂ. നമ്മളിങ്ങനെ നിൻ്റേതാന്നൊക്കെ പറഞ്ഞോ ദൈവം സമ്മതിക്കണോ? ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ 61 സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ കർത്താവേ നീ എൻ്റെ ദൈവമാണെന്ന് പറയണമെങ്കിൽ ദൈവം നമ്മളോട് പറയണം നീ എൻ്റെ മോനാണെന്ന് പറയണം. ആ സാക്ഷ്യം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അങ്ങനെ എൻ്റേതായാൽ മാത്രമേ താഴെ പറയുന്ന കാര്യം നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് ഇരിക്കും, വാട്ടർ പ്രൂഫ്. നീ അതിൽ കൂടെ കിടക്കുമ്പോൾ അവൻ്റെ മീതെ കവിഞ്ഞൊഴുകയില്ല. തീ കൂടെ കിടന്നാൽ വെന്തു പോവുകയില്ല, ഫയർ പ്രൂഫ് ആവും. വാട്ടർ പ്രൂഫും ഫയർ പ്രൂഫും ആണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ കോരക ദാതാൻ അബീരാം ഫയർ പ്രൂഫായിരുന്നു. കോരക ദാതാൻ അതോ ശദ്രക്ക് മേശക്ക് അഭേദനോ ഇല്ലേ? കോരക ദാതാൻ അബീരാം മത്സരികളുടെ മക്കളായിരുന്നില്ലേ? മത്സരികളായിരുന്നു. പക്ഷെ അവരുടെ കോരഹിന്റെ പുത്രന്മാർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവര് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ശദ്രക്ക് മേശക്ക് അഭേദനമോ ഫയർ പ്രൂഫായിരുന്നു. അവരെ തീക്കാത്തിട്ടപ്പോൾ അവർ വെന്തില്ല. അവരുടെ കൂടെ കർത്താവും കൂടെ ഒരു ദൂതനും കൂടെ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് ഇരിക്കും, നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാകുന്നു. നിന്റെ വീണ്ടെടുപ്പ് വിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സഭയെയും കൊടുത്തിരിക്കുന്നു. നീ എൻ്റെ ദൃഷ്ടിയിൽ വിലയേറിയവനും മാന്യനുമായതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനാലും ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജനങ്ങളെയും കൊടുക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്നും കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്നും നിന്നെ ശേഖരിക്കുകയും ചെയ്യും. എന്താ? അപ്പം അങ്ങനെ നമുക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഒത്തിരി പേരെ കിട്ടാനുണ്ട്. സങ്കേത ഭവൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു. കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരെ എല്ലാ ദിക്കിൽ നിന്നും ക്ഷണിച്ചു വരുത്തി അവരെല്ലാം കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ അവയവങ്ങളാക്കി തലയോട് ചേരുന്ന ഉടലാക്കി അങ്ങനെ കർത്താവ് നമ്മളെ ഓമന പേര് ചൊല്ലി വിളിച്ച് കയ്യെ പിടിച്ച് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അനേകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് 25-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ വാർഷിക ധ്യാനം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിൽ കൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം നമ്മുടേതാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ 5 വാക്യങ്ങൾ വായിച്ചു.
ആ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടേതായി തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കേസുകളും തീരുവാൻ ഞങ്ങൾ സ്വർഗ്ഗകോടതിയിലേക്ക് വരുന്നു. സ്വർഗ്ഗകോടതിയിൽ കർത്താവിൻ്റെ ഞാണിപ്പാടുകൾ കാണിച്ച് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല വക്കീലിനെ പോലെ വാദിക്കുന്ന ആ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ തിരുവചനം ലംഘിച്ചിട്ട് പ്രാർത്ഥന നിർത്തിയ സമയമുണ്ട്. വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ കാണിക്കാതിരുന്ന സമയമുണ്ട്. ഞങ്ങൾ വിടേണ്ടത് വിടാതിരുന്നിട്ടുണ്ട്. സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാതിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മാതാവിനെ പോലെ ദൈവേഷ്ടം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ഉപേക്ഷിച്ചോ അതുപോലെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് കർത്താവിനെ കിട്ടിക്കഴിഞ്ഞ് കർത്താവ് തരുന്നത് മാത്രം ഞങ്ങൾക്ക് മതി എന്ന് വിചാരിക്കുവാനുള്ള കൃപ തരണമെന്ന്. കർത്താവിനേക്കാൾ അധികം ആരെയും ഒന്നിനെയും സ്നേഹിക്കാൻ ഇടയാകാതെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പുതുക്കി ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നതാണ്. അതെപ്പോഴാണ് തീരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടി. ഇതെല്ലാം കത്തിത്തീരാനുള്ളതാണ്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് മണവാട്ടി സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ കൊട്ടാരങ്ങൾ, ആ സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാളെല്ലാം അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നത് തെളിയിച്ച് കർത്താവ് ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം. കർത്താവ് ഞങ്ങളുടെ ആത്മാക്കളോട് സാക്ഷ്യം പറയണം. അങ്ങനെ ഞങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം കേൾക്കണം. ഞങ്ങൾ കർത്താവിൻ്റെയും കർത്താവ് ഞങ്ങളുടെ സ്വന്തമായി തീരുവാൻ ഇനിയും തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസങ്ങളോടും എല്ലാ അശുദ്ധികളോടും എല്ലാ ശാപങ്ങളോടും യാത്ര പറഞ്ഞ് ജനോത്സാവലം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേറ്റുവാനായിട്ട് തന്നെ. കേൾവിക്കാരുടെ പ്രതിയായിട്ടൊരാൾ ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിൽപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം സമയം കർത്താവിൻ്റെ കൂടെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ സന്നിധി നിൽക്കാനോ രചിക്കാനുള്ള അർഹത യോഗ്യതയൊക്കില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പരിശുദ്ധ മാതാവ് എളുപ്പപ്പെട്ട് വിനയപ്പെട്ട് വിശുദ്ധിയോട് ശുദ്ധീകരണത്തോട് ശക്തീകരണത്തോട് തേജസ്കരണത്തോട് വചനത്തെ എല്ലാം മാംസം ധരിച്ച് കൃപ നിറഞ്ഞവളായി തീർന്ന സംഭവം ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ, കൃപ നിറഞ്ഞവളായി സമാധാനം ലഭിച്ചവളായി എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കർത്താവിനെ സ്വന്തം നാഥന രക്ഷകനുമായിട്ട് ഉത്തരത്തിൽ സ്വീകരിക്കേണ്ട കോണം ദൈവത്തിൻ്റെ ആത്മാവ് കൃപ അവിടുന്ന് കൊടുത്തതോർത്ത് നന്ദി പറയുന്ന കർത്താവെ, അതേ കൃപയിലൂടെ ഞങ്ങൾ വളരുവാൻ കോണം കർത്താവെ സഹായിക്കണം. നാലാം മാതാവിന് കർത്താവെ 3 ദിവസം ദേവാലയത്തിൽ യേശു കുഞ്ഞിനെ വെച്ചിട്ട് മറന്നുപോയൊരു അനുഭവത്തിലൂടെ തിരിഞ്ഞു പോകുന്ന ഒരു അനുഭവം, തിരിഞ്ഞു തപ്പി നടക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് യേശു കുഞ്ഞിനെ തിരിച്ച് എടുത്ത് കർത്താവിനെ വളർത്തുവാനൊരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ അനുഭവം ഞങ്ങൾ തന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, യശയ്യാവിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. 3 അധ്യായം കർത്താവെ, ഇപ്പോഴും യാക്കോബെ നിന്നെ നിർമ്മിച്ചൊരു ഇസ്രായേലിൽ നിന്നെ സൃഷ്ടിച്ചതുമായ യഹോവ അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ടെന്ന്. കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം ആ യാക്കോബ ഇസ്രായേലിനും കിട്ടിയത്. കർത്താവെ, യാക്കോബാവും ഇസ്രായേലിനോട് കർത്താവ് സംസാരിച്ചെങ്കിൽ ദൈവമേ, ഇന്ന് ഞങ്ങളോട് ഓരോരുത്തരോട് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദത്തം. കർത്താവെ, ആ വാഗ്ദത്തം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്കിന്ന് ഭയം മാറുന്നില്ല. എല്ലാത്തിനും ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഭയമാണ്, പേടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പേടി മാറാതെ ഞങ്ങൾ ഭയപ്പെടുന്നവരായിട്ടും കർത്താവെ ഞങ്ങളായി തീർന്നതിന്റെ കാരണം കർത്താവിന്റെ ഭയപ്പെടേണ്ട മോനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന് കർത്താവെ ആ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവെ പേടി ഞങ്ങളെ വിട്ടുമാറാത്ത. പേടി ഞങ്ങളെ വിട്ടുമാറണമെങ്കിൽ തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് അങ്ങയുടെ തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവമേ, ആ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ അങ്ങയുടെ തിരുവചനം ഞങ്ങളിലേക്ക് അവിടുന്ന് പകർത്തണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തികഞ്ഞ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. തികഞ്ഞ ദൈവസ്നേഹം കിട്ടണമെങ്കിൽ കൽപ്പന ലഭിച്ച് പ്രമാണിക്കണമല്ലോ കർത്താവെ. കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്ന ആ വലിയൊരു സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരോട് പ്രവേശിക്കുന്ന വലിയ സ്നേഹം, ആ വലിയ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ ഭാരം വിട്ടുമാറാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നീറിപ്പോകുന്ന വലിയൊരു അവസ്ഥയിലൂടെ കർത്താവെ ഞങ്ങൾ കടന്നു പോകുന്നു കർത്താവെ. അതിന്റെ കാരണം ഞങ്ങൾ ദൈവസ്നേഹമില്ലാത്തതുകൊണ്ട് കർത്താവിന്റെ വാഗ്ദത്തം ഞങ്ങൾ നിറവേറാത്തവരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ പൊന്നു കർത്താവെ. ഞങ്ങളെ കുറിച്ച് പിശാച് രാവും പകലോടെ സ്വന്തോട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. സക്രിയാവിന്റെ പുസ്തകത്തിലാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജോഷുവായ്ക്ക് എതിരായിട്ട് കർത്താവ് ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടതുകൊണ്ടാണ് ആ വസ്ത്രത്തെ ചൊല്ലി പറഞ്ഞുകൊണ്ട് അവന് വേറെ കേസുകളൊന്നും നോക്കാൻ പിശാചിന് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. എന്നാൽ യോശുവ മഹാപുരോഹിതനായിരുന്നെങ്കിൽ തന്നെ കർത്താവെ ഒരു വസ്ത്രത്തിന്റെ സ്വന്തം മുഷിവ് കണ്ടുകൊണ്ട് കർത്താവെ പിശാച് കൊണ്ട് സ്വന്തം കേസ് കൊടുത്തെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ രാവും പകലുമില്ലാതെ കേസ് കൊടുക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കർത്താവെ. ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നില്ല, നിമിഷത്തോറും പ്രാർത്ഥിക്കുന്നില്ല, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നില്ല, പശ്ചാത്താപം ഞങ്ങളുടെ ഹൃദയത്തിലില്ല, കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നില്ല. അങ്ങനെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് കർത്താവിന്റെ ദിവസവും കർത്താവെ ഞങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ
കേസ് കൊടുത്തോണ്ടിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലൂടെ പറയുന്നുണ്ടല്ലോ, ആ അപവാദത്തെ തള്ളിയിടാൻ വേണ്ടി കർത്താവിന്റെ വചനം കർത്താവിനോട് നിവൃത്തിയാക്കണം, 12 നിവൃത്തിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തിരുവചന പ്രകാരം കർത്താവ് ഞങ്ങൾക്കെതിരായി ഓരോ ദിവസവും കേസ് കൊടുക്കാൻ അവർ അവകാശമുണ്ട്. അതിനാൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പൂർവ്വരോട് കൂടി കർത്താവെ പിശാചിനെ ഞങ്ങൾ വിട്ടുപോയി. കർത്താവ് ഞങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു പോയി, പറയേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയി, പ്രവർത്തിക്കേണ്ടാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയി. അപ്പൊ ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവ്. കർത്താവെ അവിടുന്ന് പിശാചിന് കേസ് കൊടുക്കുന്ന ഒരു രൂപത്തിൽ വന്നപ്പോൾ അതാണ് ഞങ്ങളുടെ കർത്താവെ, പൊന്നു കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി തൊട്ടെങ്കിലും രാത്രിയിലും പകലും രാവും പകലും ഇടപെടാതെ കർത്താവിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് കർത്താവെ ആ ആസാം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾ കാലുള്ളൂ, ഭൂമിയിലും അങ്ങനെയല്ലാതെ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുകൊണ്ട് എല്ലാ കാര്യവും വന്ന് കർത്താവിനോട് പറയാന് ഞങ്ങൾ ഇതുവരെ കർത്താവിനോട് ഒരു കാര്യം ചോദിച്ച് ചെയ്തില്ല. അതുകൊണ്ടാണ് വിശ്വാസം ഞങ്ങൾക്കെതിരായി സ്വർഗത്തിൽ കേസ് കൊടുത്തത് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ പൊന്നു കർത്താവെ, ഞങ്ങൾ ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും പ്രാണപ്രിയനോട് ചോദിച്ചു ചെയ്യുവാൻ, ശ്വാസോച്ഛ്വാസം പോലെ ഞങ്ങൾ സ്തുതിക്കുവാൻ, ഞങ്ങൾ സ്തുതിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അക്ഷരം ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ അത് ഫോട്ടോ സംഘം കൊണ്ടുവന്ന് വിശ്വാസം എടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധി വരുമ്പോൾ കർത്താവിന് ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് കർത്താവ് വിശ്വാസം പറയുന്നതിൽ പോലും കർത്താവ് അവൻ നീതികളാണെങ്കിൽ പറഞ്ഞെങ്കിൽ അതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെ പന്നിയുടെ കൂട്ടത്തിൽ വിടണമെന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ കർത്താവ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസം പോലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ കുറ്റക്കാരാണെന്ന് സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട പോലും ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, സ്തുതിച്ചിട്ടില്ല, മഹത്വപ്പെടുത്തിയിട്ടില്ല. കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വരും കൂടെ കൂടി കർത്താവിന് ഞങ്ങളുടെ വസ്തുതകളും ഞങ്ങൾ വിറ്റെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിന് അവകാശത്തിൽ വിശ്വാസം പേര് കൂട്ടിയിരിക്കുകയാണ് കർത്താവെ. ആ പേര് കൂട്ടതിന് പൊന്നുബല കൊടുത്ത് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശില് യാഗോർപ്പിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് യേശു ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിച്ച് ആ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുക, ആ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകുക. ഇന്നു മുതൽ എല്ലാ കാര്യവും കർത്താവിനോടൊന്ന് പറയുവാൻ, എല്ലാ കാര്യവും കർത്താവിനോടൊന്ന് ചോദിച്ച് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ആത്മാവിനോട് സാക്ഷ്യം പറയണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആത്മാവായി നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കർത്താവിനോട് എല്ലാ കാര്യവും ചോദിച്ച് ചെയ്യാൻ കർത്താവ്. കർത്താവ് 2 ശിഷ്യന്മാരെ ഈ 2ആയിട്ട് അയച്ചു. അവരോട് പറഞ്ഞ കാര്യങ്ങളും കർത്താവ് ചെയ്തത് പറഞ്ഞു വിട്ടിട്ട് വീണ്ടും അവർ വന്ന് കർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചെയ്തതല്ല. എന്നാൽ കർത്താവ് അവരോട് ഒരു കാര്യം പറഞ്ഞു, അതാണ് നിങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് നിങ്ങൾ കണ്ടെങ്കിലും കർത്താവ് ആകാശത്ത് നിന്ന് മിന്നൽ പോലെ അവര് വീഴുന്നത് നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവെ, ഞങ്ങൾ എല്ലാ കാര്യവും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയുന്നില്ല, പറയാത്ത കാര്യങ്ങൾ കൊണ്ട് കർത്താവെല്ലാം കാണുന്നുണ്ടെങ്കിലും വന്ന് കർത്താവിനോട് എല്ലാ കാര്യം പറയുമ്പോൾ അതിന് പിന്നിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന വേദനയുണ്ട്. അശിഷ്യന്മാർക്ക് ചെയ്തതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ കർത്താവെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കർത്താവെ ഉത്കണ്ഠകളെ തുറന്നു കണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് എല്ലാ കാര്യവും പറയാനുള്ള ആ മനോഭാവവും മനസ്ഥിതിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തി, ഒന്ന് മാനസാന്തരപ്പെടുത്തി, സത്യത്തിൽ ആത്മാവിന് ദൈവത്തെ ആരാധിച്ച് എല്ലാം ഉണ്ട്, എല്ലാം മറന്ന്, എല്ലാം ഉപേക്ഷിച്ച് എന്റെ കർത്താവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങയുടെ പിന്നാലെ കോരംപുത്രന്മാര് അവരുടെ പിതാക്കന്മാർ ചെയ്ത കുറവുകളൊക്കാതെ നിലപിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ മാത്രം രക്ഷിച്ചതുപോലെ ചന്ദ്രനും മേശന്റെ അഭ്യന്തരമോ ഇതിൽ ഞങ്ങളെ വിട്ടു വെന്താലും വേണ്ടിയില്ല, നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചു തരും. ഞങ്ങളുടെ യേശു അല്ലാതെ വേറൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാനുള്ള തന്റേടം, വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങളുടെ നാഥനും രക്ഷകനും യേശു മാത്രമാണ്. ഞങ്ങളെ തീർന്നിട്ടാലും വേണ്ടിയല്ല, ഞങ്ങളെ കൊന്നാലും വേണ്ടിയല്ല, കർത്താവിനെ രക്തസാക്ഷിയായാലും വേണ്ടിയല്ല, എന്റെ പ്രാണപ്രിയനെ മാത്രം മതി എന്ന് പറയാനുള്ള തന്റേടവും ധൈര്യവും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് തന്നമേ കർത്താവെ. അതിനായിട്ട് ഞങ്ങളുടെ കലമെടുത്തരുന്ന കർത്താവ് എല്ലാം വിടുവാൻ, എല്ലാം വിട്ട് കർത്താവിന്റെ സാക്ഷിയായി കുരിശെടുത്ത് കർത്താവിനെ അനുഗ്രഹിക്കുവാനും രക്തസാക്ഷിയായി മാറുവാനും പരിശുദ്ധാത്മാവെ അടിയങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ടെ. അങ്ങനെ പൊന്നു കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് എന്റെ കർത്താവ് പറഞ്ഞ പോലെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് വിചാരം കൂടിക്കിടക്കുകയാണ്. ഞങ്ങളുടെ വിചാരങ്ങളെല്ലാം ദൈവസന്നിധിയിലാണ്, എല്ലാ ഭാരങ്ങളും ദൈവസന്നിധി വിട്ടാൽ അവൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ വചനം ഞങ്ങൾ മറന്നു പോകുന്നു. ഞങ്ങളുടെ കർത്താവെ ഇടപെടാൻ സ്തോത്രത്തോടെ എല്ലാ കാര്യവും കർത്താവിനോട് അറിയിച്ചാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നദി പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകുമെന്ന് പറഞ്ഞ വചനപ്രകാരം കർത്താവെ ആ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകുവാൻ എല്ലാ കാര്യവും സ്തോത്രത്തോടെ അറിയാവുന്ന കർത്താവിനോട് വീണ്ടും പറയുമ്പോൾ കുഞ്ഞ് നഴ്സറി പോയിട്ട് അമ്മമാരോട് വന്ന ആ പഠിച്ചത് പറയുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിന് ഉണ്ടാകുന്ന സന്തോഷം പഠിച്ചത് ഉറപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നതും എല്ലാ കാര്യവും കർത്താവിനോട് ചോദിച്ച് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് കർത്താവ് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടികളായി, ഒരുവൻ ക്രിസ്തുവിനായാൽ പഴയതെല്ലാം കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയായി ഇന്ന് പുതിയ അനുഭവത്തോടെ കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന്റെ കൽപ്പന ലഭിച്ചു പ്രമാണിക്കാനുള്ള കൃപ തരണം. കർത്താവെ, അവിടുന്ന് നീ ഭയപ്പെടേണ്ട, നീ എന്റേതാണെന്ന് കർത്താവ് പറയണമെങ്കിൽ കർത്താവ് ഞങ്ങളേതാകണം. ഇതുവരെ എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു സങ്കീർത്തനക്കാരൻ ദാവീദിന് പറയാൻ തന്റേടം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള ധൈര്യമില്ല കർത്താവെ. ഞങ്ങൾ ഇതുവരെ കർത്താവിനെ ഞങ്ങളുടെ ദൈവമാക്കിയിട്ടില്ല. ഞങ്ങൾ പലതിനെയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തെയും വ്യക്തികളെയും ഞങ്ങളുടെ കർത്താവിനെ ഉപരി സ്നേഹിച്ച് അവർക്ക് സ്ഥാനമാനം കൊടുത്തിട്ട് കർത്താവെ ഞങ്ങൾ ദൈവത്തെ സ്വന്തം ഇഷ്ടനായിട്ട് സ്വീകരിച്ച
സ്വീകരിക്കാതെ, സ്വന്തം നാഥനും രക്ഷകനുമായി സ്വീകരിക്കാതെ കർത്താവ് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് എന്റേതാണ് മോളെ, നീ എന്റേതാണ് മകനെ എന്നുള്ള വിളി കേൾക്കാനും പറയാനും ആ ശബ്ദം ഞങ്ങൾ കേൾക്കാൻ കഴിയാതെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങൾക്ക് എന്റെ ദൈവം എന്ന് പറയുവാനുള്ള ആ കൃപ തന്ന് ഞങ്ങളുടെ ദൈവം തന്നെയാണ് കർത്താവെ. അങ്ങന്റെ ദൈവമാണ് ഞാൻ സമ്മതിക്കുന്നു കർത്താവെ. അങ്ങനെയല്ലാതെ ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഒന്നിനെയും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി. തരുന്നത് മധുരമായിക്കോട്ടെ, കയ്പായിക്കോട്ടെ. അതിനായി ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കടന്നു വന്നവരെ, ഇന്ന് ഇവിടെ നടക്കുന്ന ഇനി കർത്താവെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന ധ്യാനത്തെ കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഈ വർഷം ഓഗസ്റ്റ് 25-28 വരെ പൊന്നു കർത്താവെ അവിടുന്ന് യേശുവായിരിക്കണം അധ്യക്ഷൻ, യേശുവായിരിക്കണം സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അത് ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല. കർത്താവിന്റെ മഹത്വം എടുക്കാനും കർത്താവിന്റെ ഇഷ്ടം നടക്കാനും ദൈവനാമ മഹത്വത്തിനായിട്ട് വേണ്ടിയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും, തെക്ക് നിന്നും, വടക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും, കിഴക്ക് നിന്നും ഞാൻ അനേക ജാതികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ കർത്താവെ വചനം നിവൃത്തിയാകണം. അത് യേശുവിന്റെ നാമത്തിൽ അനേകായിരം ജനങ്ങൾ ദൂരെ നിന്ന് ചാരമായി കൂട്ടിവരുത്തണം. ജനത്തെ കണ്ട് ഹല്ലേലൂയ ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ ജനം കടന്നു വരുന്നതിനുപരി കർത്താവെ അവർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് എന്റെ കർത്താവിന്റെ മാത്രം മതി എന്ന് പറഞ്ഞ് മാറുവാൻ കാര്യസാധ്യത്തിനല്ല, എന്റെ കർത്താവിന്റെ മണവാട്ടിയായി മണവാളൻ പറന്നു വരുമ്പോൾ ഉയർത്തിൽ നിന്ന് പ്രാണനെ വഴി ഒരു യേശുവിൽ തന്ന് മണവാളന്റെ മാനോട് ചേർന്ന് നിന്ന് സന്തോഷിക്കാൻ ഒരനുഭവമായി മാറുവാൻ, കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു അനുഭവമായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് തക്ക സമയത്ത് ചെയ്യുന്നു. അവിടുന്ന് സന്തോഷിക്കുന്നതിന് ടീമിനെ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് അവരെ കൂട്ടിവരുത്തണം. എല്ലാ കാര്യവും കർത്താവ് ക്രമീകരിച്ചാട്ടെ, നിയന്ത്രിച്ചാട്ടെ, കർത്താവിന് ഇഷ്ടം നടത്തിച്ചാട്ടെ. അതിനകത്ത് ദൈവത്തിനെ മാത്രമേ നടക്കാവൂ. ദൈവത്തിനകത്ത് ഒന്നും നടക്കട്ടെ. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവ്, ദൈവം നടക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു.